പത്തനംതിട്ട കോന്നിയിൽ 22-കാരി ആര്യാകൃഷ്ണ ഭർത്തൃ വീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. അരുവാപ്പുലം സ്വദേശി ആശിഷാണ് പിടിയിലായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആശിഷിന്റെ ഭാര്യ ആര്യാകൃഷ്ണയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് സ്ത്രീധന പീഡന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ കുടുംബം ആശിഷിനെതിരെ മൊഴി നൽകിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മരിച്ച യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു. ആര്യാകൃഷ്ണയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നുവെന്ന് ആര്യയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആശിഷ് പലപ്പോഴും മർദ്ദിച്ചിരുന്നതായും ഇതിൽ മനംനൊന്താണ് ആര്യ ജീവനൊടുക്കിയതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ഇവർക്ക് 1.5 വയസ്സുള്ള ഒരു മകളുണ്ട്. കേസിൽ 2 ദിവസമായി ആശിഷിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർദ്ദനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കുമാണ് കേസെടുത്തിരിക്കുന്നത്. ആര്യയുടെ മരണത്തിൽ ആശിഷിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ബന്ധുക്കളടക്കം പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് പയ്യനാമൺ വേങ്ങിത്തിരയ്ക്കൽ ഭാഗത്ത് വാടക വീട്ടിലാണ് സംഭവം. ആര്യയും 1.5 വയസ്സുള്ള കുഞ്ഞും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ആര്യയുടെ ഭർത്താവ് ആശിഷും വീട്ടുകാരും വീട്ടിലെത്തിയപ്പോഴാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തുന്നത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 31 മാറ്റിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കോഴിക്കോട് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയാണ് കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയത്. പോലീസ് റിപ്പോർട്ടിനായിട്ടാണ് ഇപ്പോൾ ഹർജി മാറ്റിയിരിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവാഹം കഴിഞ്ഞ് വധു 7-ാം ദിവസം ബന്ധം വേർപെടുത്തിയ സംഭവത്തിൽ രാഹുലിനെ സഹായിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തത്. കേസിൽ പെൺകുട്ടി തന്നെ കോഴിക്കോട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചതായും പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. പ്രതിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. രാഹുൽ പി ഗോപാലിന്റെ അമ്മ ഉഷാകുമാരിയും സഹോദരിയും മുൻകൂർ ജാമ്യം തേടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇരുവരും കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്തുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ തന്നെ പുറത്തുവന്നത്. ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഉഷാകുമാരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ഉഷയുടെ മകളോടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് അന്വേഷണ സംഘം നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവർ ഹാജരായിരുന്നില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം രാഹുലിനെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നെന്നാണ് പരാതിക്കാരിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇതുകൂടാതെ രാഹുൽ ജർമ്മനിയിലെത്തിയെന്ന് സുഹൃത്ത് രാജേഷും മൊഴി നൽകിയിരുന്നു. ബാംഗ്ലൂർ വഴി വിദേശ രാജ്യത്തേക്ക് പോയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുലിന് രാജ്യം വിടാനുള്ള ബുദ്ധി ഉപദേശിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാൽ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പോലീസിന്റെ കയ്യിൽപ്പെടാതെ ബാംഗ്ലൂരിൽ എത്താനുള്ള മാർഗങ്ങളും ഈ പോലീസുകാരൻ രാഹുലിന് പറഞ്ഞു കൊടുത്തിരുന്നു. രാജേഷും ശരത് ലാലും രാജ്യം വിടുന്നതിലേക്ക് വേണ്ടി രാഹുലിന് സഹായങ്ങൾ നൽകി വന്നിരുന്നു. നവവധുവും കുടുംബവും പരാതി നൽകാൻ എത്തിയപ്പോൾ പോലീസുകാർ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന ആരോപണം ഉയർന്നിരുന്നു. സംഭവത്തിൽ 3 പോലീസുകാർക്കാണ് മെമ്മോ നൽകിയത്. കൂടാതെ SHA അടക്കം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതേസമയം രാഹുൽ ജർമ്മൻ പൗരനാണെന്ന ഉഷകുമാരിയുടെ വാദം പോലീസ് നേരത്തെ തന്നെ തള്ളിയിരുന്നു. ഇയാൾ ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് നേരത്തെ തന്നെ മരവിപ്പിച്ചെന്നും ഇയാളുടെ വിദേശത്തുള്ള അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. മെയ് 5 ഗുരുവായൂരിൽ വെച്ചായിരുന്നു രാഹുലിന്റെയും കൊച്ചി സ്വദേശിനിയുടെയും വിവാഹം. 11 യുവതിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചത്. രാഹുൽ കോട്ടയം സ്വദേശിയാണ്. കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ അടുക്കള കാണുന്ന ചടങ്ങിനെത്തിയപ്പോഴാണ് പെൺകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന ബന്ധം വേർപെടുത്തുകയാണെന്ന വിവരങ്ങൾ പറഞ്ഞതിന് പിന്നാലെയാണ് രാഹുലിനെതിരെ കേസ് കൊടുത്തത്. എന്നാൽ രാഹുൽ രാജ്യം വിട്ടു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവരുന്നത്. ഇപ്പോൾ രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യം എടുത്ത് നിൽക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് കേരള പോലീസ് തുടരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.